ഇന്ന് നമുക്ക് സ്കൂൾ വരെ പോകണമായിരുന്നു കേട്ടോ. യൂണിഫോം മാറുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ അളവെടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലോട്ടൊന്ന് പോകണമായിരുന്നു കേട്ടോ. നല്ല ചമ്മലുണ്ടായിരുന്നു. ഞാൻ അമ്മയും കൂടിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട്സിനെ കാണണം, പിന്നെ ടീച്ചേഴ്സ് ഉണ്ടാവും, അങ്ങനത്തെ കുറേ ഒരു പേടി കൊണ്ട് ഭയങ്കര ചമ്മലുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ സ്കൂളിലെത്തി യൂണിഫോമിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്തു. യൂണിഫോമും കാര്യങ്ങളൊക്കെ കണ്ട അന്തം വിട്ടു കേട്ടോ. പാൻറ്റാണ് ഗൈസ് യൂണിഫോം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ കുറച്ച് നേരം നടന്നു കേട്ടോ. അവരൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ചു പറയാൻ പറ്റി. കുറേ നാളിന് ശേഷമാണല്ലോ കാണുന്നത്. ഇപ്പോൾ ദാ ഒരു മാസം കഴിഞ്ഞു ഗൈസ്. ഇനി മെയിൻ കൂടിയേ ഉള്ളൂ വെക്കേഷൻ കഴിയാൻ കേട്ടോ. പിന്നെയും സ്കൂൾ തുറക്കുകയാണ്. എന്ത് പെട്ടെന്നാണ് പോണതല്ലേ. അതും നല്ല രസമുള്ള വെക്കേഷൻ അല്ല, ബോറടിച്ചിട്ടുള്ളൊരു വെക്കേഷനാണ് കേട്ടോ. അതൊക്കെ ഇനി തിരിച്ച് നമ്മൾ യൂണിഫോമിൻ്റെ അളവൊക്കെ എടുത്ത് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ ഞാൻ കിൻഡർ ജോയ് വാങ്ങിയിട്ടോ. എന്താണെന്ന് അറിയില്ല, ഇപ്പോൾ കിൻഡർ ജോയിനോട് ഭയങ്കര ക്രേവിങ്സ് ആണ്. എന്തായാലും കിൻഡർ ജോയും കാര്യങ്ങളൊക്കെ വാങ്ങി വീട്ടിലോട്ട് വരുന്ന വഴി തന്നെ അത് പൊട്ടിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്താൻ കാത്തു നിൽക്കുന്നതും പൊട്ടിച്ചു കേട്ടോ. എന്നത്തെയും പോലെ ഒരു കോഴിക്കുഞ്ഞ് പോലൊരു സാധനത്തിനെയാണ് കിട്ടിയത്. എന്താണെന്ന് അറിയില്ല, ഇപ്പോൾ കിൻഡർ ജോയ് വാങ്ങുമ്പോൾ അതന്നെ കിട്ടണുള്ളൂ കേട്ടോ. എന്താണെന്നറിയില്ല. അപ്പം കോഴിക്കുഞ്ഞാണോ അല്ലെങ്കിൽ ഡക്കാണോ എനിക്കറിയില്ല, എന്തോ ഒരു സാധനമാണ്. എന്തായാലും നല്ല ക്യൂട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ കളക്ഷനിൽ അതുകൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അന്നേരത്തുള്ള കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. സോ ടാറ്റാ.